ഇതാണ് പവർ ബട്ടൺ വരിക. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കിട്ടും. സിംഗിൾ പ്രസ് പാസ്വേഡ് 000 ആണ് പാസ്വേഡ്. പാസ്വേഡ് വെച്ച് കഴിഞ്ഞാൽ അൺലോക്കായി. അൺലോക്കാണ്, ഡ്രൈവിലല്ല, പാർക്കിങ്ങിലാണ്. ഇനി നമ്മൾ വണ്ടി കയറിയിട്ടുള്ളത് സ്റ്റാൻഡ് തട്ടുക, ഏതെങ്കിലും ബ്രേക്ക് പിടിക്കുക, നമ്മൾ പവർ ബട്ടൺ നിൽക്കുക. അപ്പോഴാണ് ഡ്രൈവ് ബ്രേക്ക് പിടിക്കുക, പവർ ബട്ടൺ നിൽക്കുക. ഡ്രൈവ് കൊടുക്കുക. ഡ്രൈവ് കൊടുക്കുക പറയുമ്പോൾ 00 ആണ് ഇവിടെ കാണിക്കുക. പിന്നെ അവിടെ ഏതാ മോഡെന്ന് കാര്യങ്ങൾ കാണിക്കും. നമ്മൾ എപ്പോഴും ഓൺ ആക്കുമ്പോൾ നോർമൽ മോഡിലായിരിക്കും. നമുക്ക് മോഡ് മാറ്റുന്നുണ്ടെങ്കിൽ ബട്ടണ് ഓരോ ബട്ടൺ വെക്കുന്നതിനനുസരിച്ച് മോഡ് മാറും. എക്കോ മോഡ്ക്ക് മാറ്റണമെങ്കിൽ മാത്രം ലോങ് പ്രസ് ചെയ്യാം, ബാക്കിയൊക്കെ സിംഗിൾ പ്രസ് ചെയ്യാം. പിന്നെ വണ്ടി നമ്മൾ നിർത്തിയിട്ടിട്ട് പാർക്കിംഗ് ആക്കണമെങ്കിൽ ഒന്നുകൂടി ബട്ടൺ നോക്കിയാൽ മതി, പവർ ബട്ടൺ ഒന്നുകൂടി നോക്കിയാൽ മതി. പിന്നെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടിടുക എന്നുണ്ടെങ്കിൽ വോളിയം കുറക്കാൻ, വോളിയം കൂട്ടാൻ. ഇത് പ്ലേ ബോക്സ്. പിന്നെ ഇത് റിവേഴ്സ് ഗിയർ, ക്രൂസ് കൺട്രോളും. അതായത് ഡ്രൈവിലായിരിക്കണം, പാർക്കിങ്ങിലല്ല. ഡ്രൈവിലായി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഇത് നോക്കി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറിലേക്ക് മാറും. ആക്സിലേറ്റർ ഓപ്പോസിറ്റ് കൊടുക്കും. പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയാൽ ക്രൂസ് കൺട്രോൾ ഒരു നിശ്ചിത സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അത് ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, കാര്യങ്ങൾ. ഇതില് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ DRL. ഇത് ഇൻഡിക്കേറ്റർ നോക്കിയാൽ ഏതാണോ വർക്ക് ചെയ്യുന്നത് അത് നോക്കിയാൽ ഓഫ് ആവും. ഇതിപ്പോ 4-ലല്ലേ കിടക്കുന്നത് ഓൾറെഡി? മോസ് 4-ലാണ് ഇതിൽ കാണിച്ചു ഡാഷ് എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ഇതാവുന്നതോടുകൂടി ഇത് വരും, ഓണാക്കി വെക്കേണ്ടി വരും സെറ്റിങ്സ്. ഇത് ഏതാണോ വർക്ക് ചെയ്യുന്നത് അതിൽ നോക്കിയാലാണ് ഓഫ് ആവുക. പിന്നെ ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഇതാണ്. നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ കണ്ടിട്ട് നമ്മൾ തുറക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഇരുന്നിട്ട് ഇതിന് നിൽക്കരുത്, വെയിറ്റ് കൊടുത്തിട്ട് ഇതിന് നിൽക്കരുത്. ചിലപ്പോൾ അത് ലോക്ക് ഇതായിരിക്കും, സ്പേസ് ആയി പോകും. പിന്നെ അത് എത്ര % ചാർജ് എന്നുള്ളത്, അതുപോലെ എത്ര കിലോമീറ്റർ ഓടും കാര്യങ്ങൾ ഇത് തന്നെ കാണിക്കും. ഓരോ മോഡലനുസരിച്ചും ആ കിലോമീറ്റർ മാറും. പിന്നെ ഇത് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ, ബ്ലൂടൂത്ത് ആണെങ്കിൽ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ DRL ലൈറ്റ്, പിന്നെ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പാട്ട് കാര്യങ്ങൾ കാണിക്കും. 10 കിലോമീറ്റർ ട്രിപ്പ്. ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ വരും. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോകും, മാപ്പ് കിട്ടും. ഇത് ഷോർട്ട് കട്ട്സ് ആണ്. വൈഫൈ, ബ്ലൂടൂത്ത്, ആപ്പ് മോഡ്, മൂഡ് സൗണ്ട്, സേഫ്റ്റി ലൈറ്റ്സ്. ശബ്ദത്തിന്റെ ആവശ്യമില്ല, അത് ഇതിലുണ്ട്. അതാണ് ഈ മൂഡ് സൗണ്ട്. അത് നമുക്ക് ഓണാക്കി ഒക്കെ ഓഫാക്കി വെക്കാം. പിന്നെ സേഫ്റ്റി ലൈറ്റ്സ്, പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം കാര്യങ്ങൾ. പവർ സെറ്റിങ്സ് പോയാൽ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഡിസ്പ്ലേ ഓട്ടോയിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബ്ലൂടൂത്ത് നമുക്ക് ഇവിടെ ഓണാക്കിയിടാം. ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി. ഫോണായിട്ട് നമ്മൾ സാധാരണ ഫോൺ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ. അല്ലാതെ ആപ്പിൽ നിന്ന് കണക്ട് ചെയ്യില്ല, സാധാ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാം. അത് പാട്ട് കേൾക്കാൻ അങ്ങനെ, ആപ്പ് വേറെ. അത് ഞാൻ കാണിച്ചു. അതിന് ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ആവണമെന്നില്ല. എവിടെങ്കിലും കാണുമ്പോ ഇത് വൈഫൈ പറഞ്ഞാൽ മെയിൻലി നമുക്ക് അപ്ഡേഷൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൗണ്ട്, ഈ പറഞ്ഞ സൗണ്ട് തന്നെ, മീഡിയ സൗണ്ട് ഒക്കെ മാനുവലി നമുക്ക് കൂട്ടാൻ കുറക്കാൻ വേണ്ടി, സിസ്റ്റം സൗണ്ട് കാര്യങ്ങളൊക്കെ, സൗണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ലൈറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ DRL അത് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓണാക്കി വെക്കാം. ഇവിടെ ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ അത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ലൈറ്റ്സ് പറഞ്ഞാൽ നമുക്ക് 4 ഇൻഡിക്കേറ്റർ, ഹസാർഡ് ലൈറ്റ്. അത് നമുക്ക് ഇവിടെ നിൽക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ലോങ് പ്രസ് ചെയ്താലും ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യും. പിന്നെ അത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോങ് പ്രസ് ചെയ്താൽ റൈഡിങ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. റൈഡിങ് ഉള്ള ഓപ്ഷനിൽ നമുക്ക് ഇതിലൂടെയാണ് ബ്രേക്കിങ് പറ്റുന്നത്.
ഇത് മുന്നോട്ട് താക്കുമ്പോൾ ഞാൻ ചോദിച്ചതല്ല, ഇപ്പം നമ്മൾ സാധാ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് റീജൻ വർക്ക് ചെയ്യില്ല. നമുക്ക് നേരെ ബാക്കിലേക്ക്, അതായത് ഓപ്പോസിറ്റ് തിരിക്കുന്ന ടൈമിലാണ് നമുക്ക് റീജൻ കിട്ടുള്ളൂ. നമുക്ക് റീജനറേഷൻ കിട്ടും. പിന്നെ ആക്സിലേറ്റർ നമ്മളിപ്പോൾ 90% താഴെ റീജനറേഷൻ വർക്ക് ചെയ്യുള്ളൂ, 90% ചാർജിന് താഴെ. അപ്പോൾ നമ്മളിപ്പോൾ ആക്സിലേറ്റർ വിട്ടാൽ തന്നെ കുറച്ച് വർക്ക് ചെയ്യും, ബ്രേക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യും. അതിൻ്റെ ഓരോരോ ഇതാണ്, നമുക്ക് ലോ ആക്കി വെക്കാം, ഓഫ് ചെയ്ത് വെക്കാം, അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഡിഫോൾട്ട് നല്ലത്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ലാസ്റ്റ് വേണം, കുറച്ച് ടൈം. പിന്നെ നാവിഗേഷൻ രണ്ടും ഒരേപോലെ തന്നെയാണ്. ഏതാണ് സെലക്ട് ചെയ്ത് വെക്കുക, 2 ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതിയ ഇതിന്. പിന്നെ ബാറ്ററി ലൊക്കേഷൻ മോഡ്, അതായത് നമ്മൾ ലോങ് ആയിട്ട് പോകുമ്പോൾ ലൊക്കേഷൻ മോഡ് ഇട്ട് പോയാൽ കുറേ കാലം ട്രെയിൻ അവിടെ കിടന്നു. സേഫ്റ്റി ഒരു 3-4 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് 80%, 81% കണ്ടതാണ്. അതിപ്പോൾ 78%. അല്ല, ഞാൻ കാണുന്നത് അതെന്താണ് സംഭവം? എന്താണ് അത്? നമ്മൾ ആരെങ്കിലും വന്ന് റോങ് പാസ്വേഡ് അടിക്കുക, ഹാൻഡിലൊക്കെ പിടിച്ച് വെച്ചാൽ വണ്ടിയാണ് ഓഫ് ആവും. പിന്നെ ആള് വരണം, ആളെ ഡീആക്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സ്നൂസ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ആയി കഴിഞ്ഞാൽ ചിലവർ 2, 3, 4 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ 4 മണിക്കൂർ ആയിട്ട് പിന്നെ വണ്ടി ഓണാവില്ല. അതായത് നമ്മൾ ഒറിജിനൽ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാലും ഓപ്പൺ ആവില്ല. സ്നൂസ് ടൈം സെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഓപ്പൺ ആവില്ല. അപ്പോൾ അത് നമ്മൾ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യല്ല. ഫാൾട്ട് ഡിറ്റക്ഷൻ ആണ് ഓണാക്കുക. അതായത് വണ്ടി വീണ് കഴിഞ്ഞാലൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഇതാണ്. ഇതിലാണ് പിന്നെ ചേഞ്ച് പാസ്വേഡ് പറഞ്ഞ ഓപ്ഷൻ വരിക. സേഫ്റ്റി പാസ്വേഡ് മാറ്റാം, അടിക്കുക, 10 പാസ്വേഡ് 2 അടിക്കുക, പുതിയ പാസ്വേഡ് 2 അടിക്കുക. ഇപ്പോഴുള്ള 0 ആയിരിക്കും ഡിഫോൾട്ട്, അത് മാറ്റി കൊടുക്കുക. ആദ്യം 00 അടിക്കുക, പിന്നെ ന്യൂ പാസ്വേഡ് കൊടുക്കുക, പിന്നെ കൺഫേം കൊടുക്കുക, അതേപോലെ തന്നെ. പിന്നെ ആക്സസ് കൺട്രോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ജിയോ ഫെൻസ്, ടൈം ഫെൻസ് കാര്യങ്ങളാണ്. ഹൈപ്പർ മോഡ്, സ്പോർട്ട് മോഡൊക്കെ നമുക്ക് ഓഫ് ആക്കി ഇടാൻ വേണമെങ്കിൽ ടൈം ഫിക്സ് പറഞ്ഞ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എത്ര ടൈം കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും, അയാൾ വണ്ടി തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ളത്. അതേപോലെയാണ് ജിയോ ഫെൻസ്. അത് ഇത് ഏരിയ റെസ്ട്രിക്ഷൻസ് ആണ്. ഇത്ര കിലോമീറ്റർ പുറത്ത് പോയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. വണ്ടിയെ കുറിച്ചുള്ളതാണ്.